यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्। ഇന്ന് കർക്കിടകം 1. ഇന്നേക്ക് കൃത്യം ഒരു വർഷം മുമ്പ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇതുപോലെ ഒരു സന്ദർഭത്തിന് സാക്ഷിയായി. അന്ന് രാമായണ പാരായണം എന്ന ആപ്പ് കോളേജിലെ മെയിൻ സെമിനാർ ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ശ്രീമതി ജ്യോതിബായ് പരിയാടത്ത് പ്രകാശനം ചെയ്തു. സുന്ദരകാന്ഡത്തിലെ ഏതാനും വരികൾ അവർ ആലപിക്കുകയും ചെയ്തു. ഇന്ന് വേറൊരു ആപ്പിന്റെ പ്രകാശനത്തിന് നാം സാക്ഷിയാവുകയാണ് ഓൺലൈനിലൂടെ. ഭഗവത്ഗീതയാണ് ആപ്പിലെ പ്രമേയം. ആർഷ സംസ്കാരത്തിലെ ചിന്താധാരകളെ സമന്വയിപ്പിച്ച് സംഗ്രഹിച്ച് രചിച്ച ഗ്രന്ഥം. ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വകുപ്പ് മേധാവി തന്നെയാണ്. പ്രകാശനം നിർവഹിക്കുന്നത് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മലയാള സാഹിത്യത്തിലെ കവിതാശാഖയെ വഴിതിരിച്ചുവിട്ട 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിതയുടെ കർത്താവ്. രാഷ്ട്രം ജ്ഞാനപീഠം അവാർഡ് നൽകി ആദരിച്ച മഹത് വ്യക്തി. ഋഷിതുല്യമായ തിളക്കമാർന്ന വ്യക്തിത്വം. ഈ ഭഗവത്ഗീത പ്രകാശനം ചെയ്യുന്നതിന് അദ്ദേഹത്തെക്കാൾ അർഹതയുള്ള ഒരു വ്യക്തി ഇന്ന് കേരളത്തിലില്ല. ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ ധന്യ മുഹൂർത്തത്തിന്റെ സ്മരണകൾ നിങ്ങളിൽ ഓരോരുത്തരിലും എല്ലാ കാലവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും മൈക്കും വീഡിയോയും ഓഫ് ചെയ്തു വെക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പരിപാടി അധ്യാപകർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സാങ്കേതിക തകരാറുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾ ആരും തന്നെ ഇത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിന് നമ്മുടെ പ്രിയ ഗായിക 6ാം സെമസ്റ്ററിലെ ക്രിസ്റ്റി ജോസിനെ ക്ഷണിക്കുന്നു. അക്ഷരദീപം അത്ഭുതം വിടർത്തി അക്ഷരദീപം കൊളുത്തി അത്ഭുതം വിടർത്തി വിശ്വം മുഴുവൻ നീയായി മാറ്റും വിശ്വം മുഴുവൻ നീയായി മാറ്റും ഞങ്ങൾ വിജ്ഞാനനിധി തേടുന്നു പ്രപഞ്ചമാകെ വിളിക്കും വിതയ്ക്കും പ്രതിഭാസമേ സർവ പ്രതിഭാസമേ പ്രണമിക്കും പ്രകാശമുരുളേണമേ എന്നും പ്രസാദമുരുളേണമേ.
ക്രിസ്റ്റി. ഇനി ഔപചാരികമായ ഒരു സ്വാഗത പ്രസംഗം. വൈക്കയുടെ സ്റ്റാഫ് അഡ്വൈസർ റെജി മിസ്. ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെന്ന് തീരുമാനിച്ച അന്ന് മുതൽ വിശ്രമം എന്താണെന്ന് മിസ് അറിഞ്ഞിട്ടില്ല. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ചടങ്ങിന്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച റെജി മിസ്സിനെ സ്വാഗത ഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Good morning all. Myself, Reggie Joy, working as Associate Professor in Department of Computer Applications. The WICA, the MCA Department Association, is organizing an online event today to mark the formal release of an Android app developed by Dr. V.N. Krishnachandran, HOD, MCA, and also the Vice Principal of Vidya Academy of Science and Technology. The app, based on Bhagavad Gita, was formally released by Mahakavi Akitam Achyutan Nambudiri on 13 July 2020. The association chose today, 16th of July 2020, for the release of the app because it happened to be the first anniversary of the formal release of the Ramayana Parayanam app conducted last year in the college. Both days happened to be the first day of Karkidam in Malayalam calendar. It's indeed great pleasure to welcome you all to this gathering for this official release of Bhagavad Gita app developed by Dr. V.N. Krishnachandran. Let me welcome also the Principal of Vidya Academy of Science and Technology, Dr. Saji CB, for sparing his valuable time and showing his presence on this occasion. I welcome you, sir. Let me next welcome the most important person of today's gathering, Dr. V.N. Krishnachandran, for releasing today's app. He is the sole man behind today's Bhagavad Gita app. Though he had started working on this app for some time, the COVID-19 lockdown gave him a lot of spare time to complete this app. The Google Play Store link for downloading the app will be released today after this function. I welcome you, sir, to this function. The association has also invited the family members of Krishnachandran sir to grace this occasion. On behalf of WICA, I welcome all family members of Krishnachandran sir to this online function. On behalf of WICA, I would also like to welcome all students and staff of MCA department to this function. Once again, I welcome you all to this event. Thank you. നന്ദി റെജി മിസ്. മറ്റു പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന അറിയിപ്പ്. ഈ പരിപാടിയുടെ ഭാഗമായി ഒരു ഓൺലൈൻ ക്വിസ് നടത്തുന്നുണ്ട്. ക്വിസിന്റെ തീം പുരാണങ്ങളാണ്, ഇതിഹാസങ്ങളാണ്, ഭാരതീയവും അല്ലാത്തതും. രാവണനും അർജുനനും ജൂപ്പിറ്ററും ഗ്രീസും ഒക്കെയുള്ള ഒരു ലോകം. ഫൺ, എന്റർടൈൻമെന്റ്, നോളജ്. പേര് മൈൻഡ് സ്പാർക്സ് ആൻ എപ്പിക് ക്വിസ്. ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഗൂഗിൾ ഫോമിലേക്കുള്ള ലിങ്ക് ഇന്ന് കൃത്യം 2 മണിക്ക് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും. ഉത്തരങ്ങൾ സമർപ്പിക്കാൻ 24 മണിക്കൂർ സമയമുണ്ട്. ഏറ്റവും കൂടുതൽ ശരിയുത്തരങ്ങൾ ഏറ്റവും ആദ്യം സമർപ്പിക്കുന്ന വ്യക്തിക്ക് സമ്മാനം 500 രൂപ. ഒരിക്കൽ കൂടി പറയാം, ഏറ്റവും കൂടുതൽ ശരിയുത്തരങ്ങൾ ഏറ്റവും ആദ്യം സമർപ്പിക്കുന്ന വ്യക്തിക്ക് സമ്മാനം 500 രൂപ. ആർക്കും ആരുടെയും സഹായം സ്വീകരിക്കാം. എൻജോയ് ദ ക്വിസ്. അടുത്ത പരിപാടിയിലേക്ക് കടക്കട്ടെ. അധ്യക്ഷ പ്രസംഗമാണ്. യോഗാധ്യക്ഷൻ നമ്മുടെ HOD സർ തന്നെയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ, വിഭാഗീയ ചിന്തകളില്ലാതെ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയാം. രാമായണം ആപ്പിൽ രാമായണമോ ഭഗവത്ഗീത ആപ്പിൽ ഗീതയോ അല്ല അദ്ദേഹം കാണുന്നത്, ആൻഡ്രോയിഡ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അധ്യക്ഷ ഭാഷണത്തിനും
അദ്ദേഹം തയ്യാറാക്കിയ ഭഗവത്ഗീത എന്ന ആപ്പിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട HOD കൃഷ്ണചന്ദ്രൻ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. ഇത്തരമൊരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം മെയിൻ സെമിനാറിൽ വെച്ച് ഇതൊരു പരിപാടി നടത്തിയതിൻ്റെ ഓർമ്മ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇത്രയും വേഗം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതുപോലെയൊരു ആപ്പ് പ്രകാശനം ചെയ്യാൻ കഴിയുമെന്ന് അന്ന് വിചാരിച്ചതല്ല. വാസ്തവത്തിൽ ഭഗവത്ഗീത എന്ന ഒരു ആപ്പ് ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. മറ്റ് പല ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആലോചിച്ചിരുന്നു. അതിനിടയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ എന്തുകൊണ്ടൊരു ഭഗവത്ഗീത പ്രമേയമാക്കിക്കൊണ്ട് ഇതുപോലെ ഒരു ആപ്പ് ഉണ്ടാക്കിക്കൂടാ എന്ന് എന്നോട് സൂചിപ്പിച്ചു. വേണം എന്ന രീതിയിലല്ല, അങ്ങനെ ഒരു ആശയം ഞാനുമായി അദ്ദേഹം പങ്കുവെച്ചു. ആ ആശയം എൻ്റെ മനസ്സിൽ അങ്ങനെ കിടന്നിരുന്നു. വളരെ പെട്ടെന്ന് അതിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്ലാസ്സുകളും അതിനിടയിൽ വന്ന FDP ഒരു വലിയ സംഭവമായിരുന്നു. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, FDPയുടെ ദിവസങ്ങൾ, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ, അങ്ങനെ ഒരുപാട് സമയം അതിനു വേണ്ടിയൊക്കെ മാറ്റി വെക്കേണ്ടി വന്നതുകൊണ്ട് അപ്പോൾ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ ലോക്ക്ഡൗൺ വന്നത് ഒരനുഗ്രഹമായി എന്ന് പറയാം. ഈ കാര്യത്തിൽ അനുഗ്രഹമായി എന്ന് പറയുന്നത് ശരിയല്ല. എന്തായാലും ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നതിന് കുറേയേറെ സമയം അതെനിക്ക് തന്നു. അതുകൊണ്ട് ആ പീരീഡിൽ, ആ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ അത് മിക്കവാറും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. വാസ്തവത്തിൽ ഇത് മെയ് 15 പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തതാണ്. മെയ് 15 അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പം അന്ന് വിചാരിച്ചത് ജൂൺ അല്ലെങ്കിൽ ജൂലൈയിലൊക്കെ കുട്ടികൾക്കൊക്കെ കോളേജുകളിലേക്ക് വരാൻ കഴിയും എന്നായിരുന്നു അന്നത്തെ പ്രതീക്ഷ. എല്ലാവരും വന്നതിന് ശേഷം എല്ലാവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താം എന്നാണ് അന്ന് വിചാരിച്ചത്. ഇപ്പോൾ അനിശ്ചിതമായി ലോക്ക്ഡൗൺ നീണ്ടു പോകുന്നത് കൊണ്ട് ഒരു ഓൺലൈനിൽ കൂടി ഇത്തരം ഒരു പരിപാടി നമുക്ക് നടത്തേണ്ടി വന്നു. അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുഖം കണ്ടുകൊണ്ട്, നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ട്, നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത്തരം ഒരു പരിപാടി നടത്തണം എന്നായിരുന്നു എനിക്ക് വാസ്തവത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും ഓൺലൈനിൽ കൂടിയായിട്ടാണെങ്കിലും ഇങ്ങനൊരു പരിപാടി നടത്താൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. അത് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് റെജി മിസ്സും സൽക്കലാംസും മറ്റധ്യാപകരും രഞ്ജിത്തിനെ പ്രത്യേകം ഞാൻ രഞ്ജിത്തിനോട് എനിക്ക് നന്ദി പറയണം. വാസ്തവത്തിൽ അത്രയേറെ അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് രഞ്ജിത്ത്. എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നറിയുന്നത് വളരെ വളരെ സന്തോഷമുണ്ട്. സൽക്കലാം മിസ് പറഞ്ഞതുപോലെ അതിൻ്റെ കണ്ടന്റ് അല്ല എനിക്ക് താല്പര്യം. ഞാൻ എൻജോയ് ചെയ്തിരുന്നത്, ഈ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻജോയ് ചെയ്തിരുന്നത് വാസ്തവത്തിൽ അതിലത്തെ ആൻഡ്രോയിഡിലത്തെ പ്രോഗ്രാമിംഗ് ആസ്പെക്റ്റുകളാണ്. ഒരു പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എങ്കിൽ അതിനെന്ത് പ്രോഗ്രാമിംഗ്, എങ്ങനെയാണ് അത് പ്രോഗ്രാം ചെയ്യേണ്ടത്, അതായിരുന്നു എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയ സന്ദർഭങ്ങൾ. ഉദാഹരണമായി ഈ ആപ്പ്
അതിൽ പരിഭാഷ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പരിഭാഷ ഇല്ലാതെയും വായിക്കാം. പരിഭാഷ ഹൈഡ് ചെയ്യണം. ഈ പരിഭാഷ, മലയാളം പരിഭാഷ ഇല്ലാതെ അതിൻ്റെ മൂലം സംസ്കൃതത്തിലുള്ളത് മാത്രം വായിക്കണം. ആ രീതിയിൽ അത് പ്രദർശിപ്പിക്കണം. അതെങ്ങനെ ചെയ്യാം? അതിന് ഏത് രീതിയിലുള്ള പ്രോഗ്രാമാണ് വേണ്ടത്, എങ്ങനെ കോഡ് ചെയ്യേണ്ടത്, അതെങ്ങനെ ഭംഗിയാക്കാം. അപ്പം അതാണ് ഞാൻ വാസ്തവത്തിൽ കൂടുതൽ ആസ്വദിച്ചിരുന്നത് എന്ന് സത്യസന്ധമായിട്ട് തന്നെ പറയാം. ഭഗവത്ഗീത എന്ന ഒരു ഹിന്ദു മതവുമായി അതിനെ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത് പഠിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് തന്നെയാണ് വാസ്തവത്തിൽ കണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം രാമായണം റിലീസ് ചെയ്ത സമയത്ത് ഒരു ആശയം ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള മതഗ്രന്ഥങ്ങളെന്നല്ല, എല്ലാ മതത്തിലും ഇപ്പോൾ ഖുറാൻ്റെ ഒരു ആപ്പ് ഉണ്ടാക്കാനുള്ള ചില ശ്രമങ്ങൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് മോഡലുകളൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇത് അങ്ങനെ പല പല ഗ്രന്ഥങ്ങളും, മതഗ്രന്ഥങ്ങളെന്ന് മാത്രമല്ല നിത്യപാരായണത്തിന് ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് ആക്കുകളാക്കുന്ന ഒരു രീതി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നമ്മൾ ക്ലാസ്സിൽ തന്നെ കീർത്തിയും മറ്റേ അവരുടെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് വരികയും ചെയ്തു. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. എക്സ്ക്യൂസ് മീ സാർ, സാറിന്റെ വീഡിയോ ഓൺ അല്ല സാർ. വീഡിയോ ഓണല്ലേ? ആണല്ലോ, വീഡിയോ ഓൺ ആണല്ലോ അല്ലേ? കാണുന്നില്ലേ? കേൾക്കാനില്ലേ? കേൾക്കുന്നുണ്ട് സാർ, കാണുന്നില്ല. വീഡിയോ ഓൺ ആണല്ലോ. വീഡിയോ ഓണാണ് സർ, ഓണാണ്, കാണുന്നുണ്ട്. ഓണാണ്, കാണുന്നുണ്ട്. സാറിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് സൽക്കല അത് പിൻ കുത്തണം, പിന്നില്. ഓക്കെ സാർ, ഓക്കെ. ഓക്കെ, തുടരട്ടെ. കാണാനുണ്ടോ? ഓക്കെ. യെസ് യെസ് സാർ. ഓക്കെ, പോട്ടെ, കണ്ടിന്യൂ ചെയ്തേ. ഓക്കെ സാർ, ഓക്കെ സാർ. അപ്പം അന്ന് കീർത്തി എൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ എനിക്കും അവരെ മണിക്കൂറുടെ സന്തോഷം തോന്നി വസം പറഞ്ഞ അവർ വന്നപ്പോൾ. കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് ആൻഡ്രോയിഡ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ വന്ന നമ്മുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം. ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും നമുക്ക് ലോക്ക്ഡൗൺ വന്നു. എന്തായാലും ഇനിയിപ്പോൾ എന്നാണ് ക്ലാസ്സുകൾ തുടങ്ങുക നമുക്ക് പറയാനറിയില്ല. എന്തായാലും ആ ആശയം നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ കുറച്ചുകൂടി ഒരു ലാർജർ ഗോളാണ് വാസ്തവത്തിൽ എൻ്റെ മനസ്സിലുള്ളത്. മലയാളം ഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള ആപ്പുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, ഓൺലൈൻ മെറ്റീരിയൽസ് മലയാളം ഭാഷ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശാലമായ താല്പര്യം. മലയാളം ആ സംസ്കാരത്തിനും കുറച്ചുകൂടി പ്രചാരം കിട്ടാനും അതൊക്കെ സഹായിക്കും. മറ്റെല്ലാ ഭാഷകളിലും വളരെ സമ്പുഷ്ടമായ ഒരു ഓൺലൈൻ സാന്നിധ്യമുണ്ട്. മലയാളത്തിൻ്റെ ഓൺലൈൻ സാന്നിധ്യം താരതമ്യേന കുറവാണ്. അതിലേക്ക് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന ഒരു ഉദ്ദേശവും വാസ്തവത്തിൽ എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ എൻ്റെ നന്ദി എല്ലാവരും പറയുന്നു. എൻ്റെ സന്തോഷം എല്ലാവരുമായിട്ട് നിർവഹിക്കുന്നു. അധികം പേര് പങ്കെടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് എന്നറിയില്ല. പാർട്ടിസിപ്പേഷൻ എണ്ണം താരതമ്യേന കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല. ഇത്തരം പരിപാടികൾ നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള അവസരങ്ങളാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പ്രവർത്തിക്കാനും നമുക്കുള്ള കൊച്ചു കഴിവുകൾ, നിങ്ങളിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അത് പ്രകാശിപ്പിക്കാനും കുറെ കൂടി ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കഴിയും. അതും ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതുകൂടിയാണ്. നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവും. വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതും കൂടിയാണ് ഇതിൻ്റെ ഉദ്ദേശം.
അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഒരു അധ്യക്ഷ എന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ ആപ്പിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചുരുക്കത്തിലൊന്ന് കാണിച്ചു തരാം. ഒരു 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 പവർ പോയിന്റ് സ്ലൈഡ് ഷോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ പതിവ് നിലവാരം അതിന് ഇല്ല എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറയാം. കുറച്ച് സ്ലൈഡുകൾ കാണിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത് എന്ന് കാണിച്ചു തരാം. ഞാൻ പ്രസൻറ്റേഷൻ മോഡിലേക്ക് മാറുകയാണ്. അതുവരെ ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ഈ ആപ്പിൻ്റെ പ്ലേ സ്റ്റോറിലേക്കുള്ള ലിങ്ക് എംബഡ് ചെയ്ത PDF ഫയലിൻ്റെ ഒരു ഇമേജാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കുള്ള ലിങ്ക് എംബഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫയൽ ഈ യോഗം ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരും. അപ്പം അതിനകത്ത് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിലേക്ക് പോകും. ഇപ്പോൾ ഭഗവത്ഗീത എന്ന് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്താൽ ഈ ആപ്പ് കാണില്ല. കാരണം ഇത് പുതിയതാണ്. അപ്പം അതുകൊണ്ട് ഭഗവത്ഗീതൻ്റെ പേരിൽ ഒരു 10-500ഓളം ആപ്പുകൾ തന്നെയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ആപ്പുകളാണ് ആദ്യം വരിക. ഇത് വളരെയേറെയൊന്നും ഡൗൺലോഡ് ചെയ്യാത്തത് കൊണ്ട് സെർച്ച് ചെയ്താൽ, പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കാണില്ല. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. പിന്നെ സെർച്ച് ചെയ്യണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ എഴുതിയിട്ടില്ല. ഡബിൾ കോട്ട്സിൽ ഭഗവത്ഗീത ശ്രവണം, ഭഗവത്ഗീത ശ്രവണം പിന്നെ ഡബിൾ കോട്ടിലിട്ട് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ ഈ ആപ്പിൻ്റെ ലിങ്ക് അവിടെ വരും. കോട്ടിൽ ഭഗവത്ഗീത ശ്രവണം SRAVANAM എന്ന് ഡബിൾ കോട്ടിലിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരു ആപ്പേ ഉണ്ടാവുള്ളൂ. ഈ ആപ്പിൻ്റെ ലിങ്ക് അതിൽ നേരിട്ട് കിട്ടും. ഈ ഫയല് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പേജ്, ഹോം പേജ് ഇതാണ്. നിങ്ങൾക്ക് മുഴുവൻ കാണുമെന്ന് അറിയില്ല. ഓക്കെ, ഈ ഹോം പേജ് വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മെസ്സേജ് അവിടെ കാണാം. ആ മെസ്സേജ് പറയുന്നത് ഇതിൻ്റെ അടിയിൽ ഭഗവത്ഗീത എന്ന് എഴുതിയതിൻ്റെ അടിയിൽ 2 ചെറിയ വാക്കുകളുണ്ട്. ഒന്ന് ശ്രവണം എന്നാണ്, അടുത്തത് പഠനം. ശ്രവണം എന്ന അതിൽ ക്ലിക്ക് ചെയ്താൽ കേൾക്കാനുള്ള ലിങ്കിലേക്ക് പോകും, പേജിലേക്ക് പോകാം. ശ്രവണം പഠനം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ വായിക്കാനുള്ള ഇതിലേക്ക് പോകും. ഈ കാര്യമാണ് അവിടെ ആ ബ്ലാക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ തവണ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും ഈ മെസ്സേജ് ആദ്യം കാണിക്കും. ഇനി നമുക്ക് ശ്രവണത്തിലേക്ക് ക്ലിക്ക് ചെയ്യാം. ശ്രവണത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് ഓക്കെ, ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇത് ലിങ്ക്, ഓരോ അടുത്ത പേജുകളിലേക്കുള്ള ലിങ്കുകളാണ്. ഈ ഭഗവത്ഗീത എന്ന പുസ്തകത്തിൽ 18 അധ്യായങ്ങളാണുള്ളത്. എല്ലാം കൂടി 700 ശ്ലോകങ്ങൾ, 18 അധ്യായങ്ങളാണ്. അപ്പോൾ ഓരോ അധ്യായത്തിലേക്കുള്ള കേൾക്കാനുള്ള ലിങ്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 1 മുതൽ 18 വരെയുള്ള ബോക്സുകൾ അതാണ്. പിന്നെ അതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒരു ധ്യാനം മാഹാത്മ്യം എന്ന് പറയും. ധ്യാനം എന്ന് പറയുന്നത് വായിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് നേരം ധ്യാനിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശ്ലോകത്തിലേക്കുള്ള ലിങ്കാണ്. പിന്നെ ഇതൊക്കെ ഒരു റിച്വൽസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഇത് വായിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു സംസ്കൃതത്തിൽ കുറച്ച് ശ്ലോകങ്ങളുണ്ട്. അത് കേൾക്കാനുള്ളതാണ് ആദ്യത്തെ 2 വരിയിൽ കൊടുത്തിരിക്കുന്നത്. ധ്യാനം മഹാത്മ്യം. അതിൻ്റെ അടിയിൽ 1 മുതൽ 18 വരെയുള്ളത് 18 അധ്യായങ്ങൾ കേൾക്കുന്നതിനുള്ള ലിങ്കുകളാണ്. ഇപ്പോൾ ധ്യാനം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ
ഈ ഒരു പേജിലേക്ക് വരുന്നു. എല്ലാ പേജുകളും ഇതുപോലെയൊക്കെ തന്നെയാണ്. അതിൽ ശ്രവിക്കാം താഴെ ആ മഞ്ഞ ബട്ടൺ നോക്കുക. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് പോകുന്നു. ആ ധ്യാന ശ്ലോകങ്ങൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. ഇതുപോലെ തന്നെയാണ് അധ്യായങ്ങളും. 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഇതാണ്, അധ്യായം 1. ഈ പേജ് വരും. ആ അധ്യായത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം അതെടുക്കുന്ന സമയവും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ യൂട്യൂബ് വീഡിയോ എത്ര സമയം എടുക്കും എന്നും അതിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ശ്രവിക്കാം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് പോകുന്നു. ഇവിടെ ശ്രവിക്കാം എന്ന് ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഇമേജാണ് വരുന്നത്. അത് ഇമേജ് മാറുന്നില്ല, കോൺസ്റ്റന്റ് ഫിക്സഡ് ഇമേജ് ആയിട്ടാണ് വരുന്നത്. കുറച്ച് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇമേജ് ഒന്ന് ചെറുതാകും, അത്രയേ ഉള്ളൂ. രാമായണത്തിലായിരുന്നു എങ്കിൽ അത് കംപ്ലീറ്റ് സ്ക്രോൾ ചെയ്യുമായിരുന്നു. ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന രീതിയിലാണ് അവർ തയ്യാറാക്കിയിരുന്നത്. അവർ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് കേൾക്കാൻ മാത്രമേ നമുക്ക് ഒരൊറ്റ ഇമേജ് ഒരു അധ്യായത്തിൽ ഉണ്ടാകുന്നുള്ളൂ. ഇനി തിരിച്ചിങ്ങോട്ട് വരാം. ഇടതുവശത്ത് ശ്രവണം, വലതുവശത്ത് പഠനം. പഠനം എന്നുള്ളത് പ്രസ് ചെയ്താൽ ഇതുപോലെ ഒരു പേജാണ് വരുന്നത്. ഇവിടെ അധ്യായങ്ങളിലേക്കുള്ള ലിങ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ അധ്യായം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റ് വരും. ഈ ഒരു വരി നോക്കൂ. ആ വരിയുടെ വലത്തെ അറ്റത്ത് എത്ര ശ്ലോകങ്ങൾ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു ചെറിയ ചതുരം കാണാം. ആ ചെറിയ ചതുരം അത് വേറൊരു ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ അധ്യായത്തിൻ്റെ ഒരു സമ്മറി, ഒരു 50കളിലൊക്കെ പ്രസിദ്ധീകരിച്ച ഒരു വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്ന സമ്മറി ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആൻഡ്രോയിഡിൻ്റെ പ്രോഗ്രാമിംഗ് എലിമെന്റ്സ് ഒരുപാട് വരുന്ന പോയിന്റുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ അധ്യായം ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാണ് വരുന്നത്. അതിൽ ആ നിറം മാറി കൊടുത്തിരിക്കുന്നത് മലയാളം തർജ്ജമയാണ്. കറുത്ത അക്ഷരത്തിലുള്ളത് സംസ്കൃതം മൂലം നമുക്ക് മാറും കൊടുത്തിരിക്കുന്നത് മലയാളത്തിലുള്ള തർജ്ജമ. ഈ മലയാളത്തിലുള്ള തർജ്ജമ നമുക്ക് ഓക്കെ ഐ എം സോറി. ഓക്കെ, ഈ തർജ്ജമ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. നമുക്ക് ഹൈഡ് ചെയ്യാം. അതിൽ സംസ്കൃതം മാത്രം. അതിന് ഈ മുകളിൽ 3 ബട്ടൺ കൊടുത്തിട്ടുണ്ട്, 3 ചെറിയ കുത്തുകൾ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ആ ചെറിയ ചതുരത്തിൽ പ്രസ് ചെയ്താൽ ഒരു അധ്യായത്തിൻ്റെയും സമ്മറി, അത് ഞാൻ കംപ്ലീറ്റ് ടൈപ്പ് ചെയ്തതാണ്. ആ പുസ്തകത്തിൽ നിന്ന് എടുത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇതിൽ ചേർത്തതാണ്. ഹോം പേജിൽ ആ 3 ബട്ടൺ ഒരു മെനു കിട്ടുന്നു. ഈ മെനുവിൽ ഒന്ന് ചിത്രങ്ങൾ, ഇതിൽ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെ സോഴ്സുകൾ, അത് ഇവിടെ ചിത്രങ്ങൾ എന്ന് കൊടുത്ത് പ്രസ് ചെയ്താൽ 3ാമത്തെ വരിയാണ് ചിത്രങ്ങൾ. അത് പ്രസ് ചെയ്താൽ ഓരോ ചിത്രത്തിൻ്റെയും സോഴ്സ് എവിടെയാണെന്ന് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ മുഖചിത്രം കൊടുത്തിരിക്കുന്ന സോഴ്സ് ഹരിയാനയിലെ കുരുക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതിമയുടെ ഇമേജാണ്, വിക്കിപീഡിയയിൽ നിന്നെടുത്ത ഇമേജാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ ഒന്ന്, കുറച്ച് കൂടുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ പുസ്തകങ്ങളിലേക്കുള്ള ലിങ്കുകളും അതിൽ സമാഹരിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ വായിക്കാം. ഇത്രയുമാണ് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ്. അത് നിങ്ങൾ കഴിയുന്നത്ര, ഞാൻ ഇതിൻ്റെ ഈ PDF ഫയൽ ഇത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ എല്ലാവർക്കും തരുന്നതാണ്. നിങ്ങൾ കഴിയുന്നത്ര പ്രചാരം കൊടുക്കുക. വിദ്യയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ആപ്പാണ് എന്ന് ആളുകൾ അറിഞ്ഞുകൊള്ളട്ടെ. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ രജിക്കും മറ്റു സഹപ്രവർത്തകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ഓക്കെ, കണ്ടിന്യൂ. നന്ദി സർ, വളരെ നന്ദി.
ഇനി ഭഗവത്ഗീതയിലെ ഏതാനും വരികൾ നമുക്ക് കേൾക്കാം. ആലപിക്കുന്നത് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിനി സുഹൃത. സുഹൃതയുടെ ബഹുമുഖ പ്രതിഭയെക്കുറിച്ച് ന്യൂസ് ആൻഡ് ഇവന്റ്സിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ. നിങ്ങൾ ഓരോരുത്തരിലും ഇത്തരം പ്രതിഭകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് അധ്യാപകരായ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ കഴിവുകൾ പ്രകടിപ്പിക്കപ്പെടുന്ന നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യം നൽകുന്നു. ഗീതയിലെ ഏതാനും വരികൾ ആലപിക്കുന്നതിന് സുഹൃതയെ ക്ഷണിക്കുന്നു. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീ ഭഗവതി അഷ്ടാദശാധ്യായനീ അംബ സ്വാമനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷ്ടിനി നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഉദാരവിന്ദായദാ പട്ടനേതാ യേന ത്വയാ ഭാരതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേദപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ സർവോപനിഷദോ ഗാവോ ദോഗ്ധഗോപാലനന്ദന പാർത്ഥവൽസാസുതീർഘോക്താസുതം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം വന്ദേ ജഗദ്ഗുരു ഭീഷ്മദ്രോണാതടജയാ ജലഗാന്ധാര നീലോപലാ ശല്യഗാഹ്യവതീസുദേന ഭസ്മീകർണേന വേലാകുലാ അശ്രുധാമാ വികർണഘോരാ മകരാ ദുര്യോധനാവർത്തിനി സൂത്രീന ജലൂ പാണ്ഡവൈ ജനനീ കൈവർത്തകാ കേശവാ പാരാശര്യവചാഃ സരോജമമലം ഗീതാതഗർദോത്കടം ജ്ഞാനാജ്ഞാനജകേസരം ലോകാസജ്ജനഷട്പസ്ഥരേഖാ ദേവീയം നന്ദി സുഹൃത. ആപ്പിന്റെ പ്രകാശനം ഒരു പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നമുക്ക് നിർവഹിക്കാം. പഞ്ചവാദ്യത്തിൽ അണിനിരന്നിരിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ രഞ്ജിത്തും സംഘവുമാണ്. രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യമാകട്ടെ ഇനി. ഇന്ത്യൻ ജനറൽ കോളേജ് MCA ഡിപ്പാർട്ട്മെന്റ് ഭഗവത്ഗീത എന്ന ആപ്പിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു.
രഞ്ജിത്തിനും സുഹൃത്തുക്കൾക്കും വളരെ നന്ദി. ഏറെ കാത്തിരുന്ന സുമുഹൂർത്തത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഭഗവത്ഗീത ആപ്പിന്റെ ഔദ്യോഗികമായ പ്രകാശനം. ആപ്പിന്റെ ഔപചാരികമായ പ്രകാശനം ജൂലൈ 13 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഗൃഹത്തിൽ വെച്ചാണ് നടത്തിയത്. ഈ കോവിഡ് കാലത്തിന്റെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ സാന്നിധ്യം 3 വിദ്യാർത്ഥികളിൽ ഒതുക്കേണ്ടി വന്നു. 6ാം സെമസ്റ്ററിലെ രഞ്ജിത്ത്, ആതിര, ഫെബിൻ എന്നിവർ മാത്രമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചടങ്ങിൽ സംബന്ധിച്ചത്. നവതി പിന്നിട്ട മഹാകവി ആപ്പിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിന്റെ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് കാണാം. ഒരു മഹർഷിയുടെ സാമീപ്യത്തിന്റെ മാസ്മരിക സ്പർശം നമുക്ക് അനുഭവിക്കാം. നമസ്കാരം. കേച്ചേരിക്കടുത്തുള്ള വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ.
എൻ്റെ പേര് രഞ്ജിത്ത് കൃഷ്ണൻ, MCA തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ വകുപ്പ് മേധാവി ഡോക്ടർ VN കൃഷ്ണചന്ദ്രൻ ഭഗവത്ഗീത ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശന വേളയ്ക്കായി ചടങ്ങിനായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നത് മഹാകവി പത്മശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഉദ്ഘാടന വേളയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ, എൻ്റെ വീട് പെരുമോടാണ്. ഞാനൊരു മദ്രകലാകാരനാണ്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ MCA അവസാന വർഷ വിദ്യാർത്ഥിയാണ്. നമസ്കാരം, എൻ്റെ പേര് ആതിര. ഞാനും വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ MCA വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ MCA വർഗത്തിൽ നിന്നും ഡോക്ടർ VN കൃഷ്ണചന്ദ്രൻ അവർ ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട ഒരു ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് അങ്ങയുടെ കൈകൾ കൊണ്ട് പ്രകാശനം നിർവഹിക്കണമെന്ന ഉദ്യമത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ധന്യ മുഹൂർത്തത്തിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നിർദ്ദേശപ്രകാരം പ്രായമായവർ ഇപ്പോൾ യാത്ര ചെയ്യരുത് എന്നതിനെ മാനിച്ചാണ് അദ്ദേഹത്തിന് വരാതിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വലിയ ആദരവുകൾ അങ്ങേ അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത ആപ്പിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. ഭഗവത്ഗീതയുടെ മൂലവും അർത്ഥവും നമുക്ക് ഈ ആപ്പിലൂടെ കേൾക്കാനും വായിക്കാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പണ്ഡിറ്റ് T. ഗോപാലൻ നായരുടെ ഗീതാ സാരസംഗ്രഹവും കൂടി നമുക്ക് ഈ ആപ്പിലൂടെ വായിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ VN കൃഷ്ണചന്ദ്രൻ അവർക്കാണ് ഈ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ MCA വകുപ്പ് മേധാവിയാണ് അദ്ദേഹം. ഇദ്ദേഹം തന്നെ കഴിഞ്ഞ വർഷം കർക്കിടകം 1-ാം തീയതി തുഞ്ചത്ത് എഴുത്തച്ഛൻ അവരുടെ രാമായണത്തെ ആസ്പദമാക്കി ഒരു രാമായണ ആപ്പ് കൂടെ പബ്ലിഷ് ചെയ്തിരുന്നു. അത് 65,000-ലധികം ഡൗൺലോഡ് ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ഉദ്ഘാടന വേളയിലേക്ക് വരാം. ഞാൻ കുഴപ്പമില്ല. ഈ ഒരു ധന്യമുഹൂർത്തത്തിന്റെ സ്മരണയ്ക്കായി ഞങ്ങൾ ഈ ഫോട്ടോ MCA വകുപ്പിൽ എക്കാലവും സൂക്ഷിക്കുമെന്ന് ഞങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. ഇവിടെ വന്നതിന്റെ സ്മരണയ്ക്കായി ഞങ്ങൾ ഒരു ചെറിയ ഉപഹാരം സമർപ്പിക്കാമെന്ന് ഞങ്ങളുടെ വകുപ്പ് മേധാവി VN കൃഷ്ണചന്ദ്രൻ സാർ പ്രത്യേകം പറഞ്ഞിരുന്നു. ഉപഹാരം കൊടുക്കാം. ഈ ആപ്പിനെ കുറിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വകുപ്പ് മേധാവി ഡോക്ടർ VN കൃഷ്ണചന്ദ്രൻ സാറിനെയും കോളേജിനെയും അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങ് 2 വാക്ക് പറയണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ ആപ്പിൽ നിന്ന് 2 വരി അങ്ങ് കേൾക്കണമെന്ന് സാറിനെ അപേക്ഷിക്കുന്നു. ആപ്പിലെ 10 അധ്യായത്തിലെ 4 വരി ഒന്ന് കേൾപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങളുടെ വകുപ്പ് മേധാവി കൃഷ്ണചന്ദ്രൻ സാറിനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. अष्टादशाध्यायिनी अम्बत्वामनुसन्दधामि
ഇത്രയും സമയം അങ്ങയുടെ കൂടെ ചെലവഴിക്കാൻ തന്നതിനും ഞങ്ങളുടെ ഈ ആപ്പ് പ്രകാശനം ചെയ്തതിനും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ വകുപ്പ് മേധാവി VN കൃഷ്ണചന്ദ്രൻ സാർ അങ്ങയോട് പ്രത്യേകം ഇതിന് നന്ദി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെയും ഞങ്ങളുടെ അധ്യാപകരെയും ഞങ്ങളുടെ കോളേജിലെയും വകുപ്പ് മേധാവി VN കൃഷ്ണചന്ദ്രൻ സാറിനെയും അനുഗ്രഹിക്കാമെന്ന് അപേക്ഷിക്കുന്നു. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച ഞങ്ങളുടെ കൂട്ടുകാരും അധ്യാപകരും വകുപ്പ് മേധാവി VN കൃഷ്ണചന്ദ്രൻ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മെ എല്ലാം പ്രതിനിധീകരിച്ച് ഈ സത്കർമ്മം ഭംഗിയായി നിർവഹിച്ച നമുക്ക് പ്രിയങ്കരായ രഞ്ജിത്ത്, ആതിര, ഫെബിൻ എന്നിവരോട് നമുക്ക് ഏവർക്കും നന്ദി പറയാം. ഭഗവത്ഗീത ആപ്പ് ലഭ്യമാകുന്നതിനുള്ള ലിങ്ക് ഒരു PDF ഫയലിൽ എംബഡ് ചെയ്ത് എല്ലാവർക്കും വാട്സപ്പ് വഴി ലഭ്യമാക്കുന്നതാണ്. നിങ്ങൾ അംഗമായിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്ത് ഈ ആപ്പിന് കഴിയുന്നത്ര പ്രചാരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാമായണ പാരായണം 65,000 പേർ ഡൗൺലോഡ് ചെയ്തു. ഭഗവത്ഗീത നമുക്ക് 100,000 എത്തിക്കാം. അടുത്തതായി മലയാളത്തിന്റെ പ്രശസ്ത കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനും ഗായകനും നടനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ആശംസാ സന്ദേശമാണ്. നിശബ്ദമായി ആത്മീയതയുടെ ലോകത്ത് വിഹരിക്കുന്ന ആത്മീയമായ ആശയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ ആശംസകൾ ശ്രവിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹത്തിന്റെ സന്ദേശം നമുക്ക് കേൾക്കാം. ശ്രീ കൃഷ്ണേന്ദ്രൻ മാസ്റ്ററുടെ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ഈ മൊബൈൽ ആപ്പിന് എല്ലാ സ്വീകാര്യതയും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സാധാരണ ഈ ഭക്തിയുടെ 9 ഭാവങ്ങൾ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നാണ്. അതിൻ്റെ പരിപൂർണത വരുന്നത് ആത്മനിവേദനത്തിനാണ്. അത് ഈ ഭഗവത്ഗീത എപ്പോഴും ആത്മനിവേദനത്തിൻ്റെ ഭാഷയാണ്. സർവ്വവും സമർപ്പിക്കുന്ന ഭഗവാനിലെ അർപ്പിക്കുന്ന ഭാഷയാണ് ഭഗവത്ഗീതയുടെ ഭാഷ. അത് ഏറ്റവും പ്രചാരപൂർണമായി മാറാൻ ഈ ആപ്പ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഭഗവത്ഗീതയുടെ സന്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചെറിയ പ്രസംഗമാണ് അടുത്തത്. 6ാം സെമസ്റ്ററിലെ അക്ഷിത വേണുവാണ് ഇനി നമ്മോട് സംസാരിക്കുന്നത്. പ്രാരംഭം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഗുരുവന്ദനം. ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനജ്ഞാനശലാകയാ പക്ഷിരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗണപതി സ്തോത്രം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തശംഭൂഫലസാരഭാക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വിഘ്നേശ്വര നമസ്തേസ്തു സന്തകം മോദകപ്രിയ വിഘ്നനാനേകാൻ സംഭൂതാൻ നിർവിഘ്നസ്ത്വം പ്രസീദ മേ. നമസ്തേ. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്നും ഏറ്റവും വിശിഷ്ടമായ ഒരു ശ്ലോകമാണ് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്.
यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहं परित्राणाय साधूनां विनाशाय च दुष्कृतं ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ വരികളുടെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, യഥാ യഥാഹി എവിടെയെല്ലാം, ധർമ്മസ്യ ഗ്ലാനി ഭവതി എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഈ വരികളുടെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, എവിടെയാണ് നാം ധർമ്മത്തെ ഇല്ലാതെയാക്കുന്നത്? യുദ്ധങ്ങൾ, കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ ഒക്കെ അധർമ്മമാണെങ്കിൽ അവിടെയെല്ലാം ധർമ്മം ഇല്ലാതെയാകുന്നു. അധർമ്മം നടക്കുന്നത് മനുഷ്യന്റെ ചിന്തകളിലാണ്. ബുദ്ധിയിൽ നിന്നോ മനസ്സിൽ നിന്നോ നാം നമ്മോട് തന്നെ ചോദിക്കണം, ധർമ്മം എന്തെന്നും അധർമ്മം എന്തെന്നും. ഭാരത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവത്ഗീത എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് സംസാരിക്കുന്നതാണ് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും. അപ്പോൾ കൃഷ്ണൻ അർജുനനെ വിളിക്കുന്ന നാമധേയമാണ് ഭാരത എന്ന് പറഞ്ഞത്. അഭ്യുത്ഥാനം അധർമ്മസ്യ എന്ന് പറഞ്ഞാൽ തിന്മയുണ്ടാവുമ്പോൾ, തദാത്മാനം സൃജാമ്യഹം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ആത്മാവിൽ ജന്മമെടുക്കുന്നു, പരിത്രാണായ സാധൂനാം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സംരക്ഷണത്തിനും നല്ല ചിന്തയ്ക്കും സ്വഭാവത്തിനും നിന്റെ ഉള്ളിലെ ഈ അവതാരം നന്മയ്ക്കായി ഭവിക്കുന്നു. വിനാശായ ദുഷ്കൃതം എന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ള ദുഷ്പ്രവർത്തികളുടെ നാശം. ധർമ്മ സംസ്ഥാപനായ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും മനുഷ്യ ജീവിതത്തിൽ എവിടെയും തങ്ങളുടെ ഹൃദയത്തിൽ ധർമ്മം സംസ്ഥാപിക്കാൻ കഴിയും. തെറ്റായ ഒരു അർത്ഥം ഈ വരികളുടെ എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ യുഗങ്ങളോളം മനുഷ്യരൂപത്തിൽ അവതാരമെടുത്ത് തിന്മയെ ഇല്ലാണ്ടാക്കുന്നു എന്നാണ്. പക്ഷേ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട അർത്ഥം എന്തെന്ന് വെച്ചാൽ, ധർമ്മവും അധർമ്മവും നാം സൃഷ്ടിക്കുന്നതാണ്, നമ്മുടെ ചിന്തകളിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ നല്ല ചിന്തകളിലൂടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓരോ യുഗങ്ങളോളം അവതാരങ്ങൾ എടുക്കുന്നത് പോലെ തുല്യമാകുമെന്നാണ് പറയുന്നത്. ഗീത എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. മഹർഷി വ്യാസനാണ് എഴുതിയിരിക്കുന്നത്. ഈ പരിപാടി അല്ലെങ്കിൽ ഇപ്പൊ ഈ പാരായണത്തിന് പിന്നിലുള്ള കാരണം എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട HOD സാറ് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പുസ്തകത്തിന്റെ സഹായമില്ലാതെ തന്നെ എവിടെ നിന്നും എപ്പോഴും കേൾക്കാനും കാണാനും പാരായണം ചെയ്യാനും സാധിക്കും. സാറിന് ഇതുപോലെ തന്നെ ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി അക്ഷിത. അധ്യക്ഷ പ്രസംഗത്തിൽ കൃഷ്ണേന്ദ്രൻ സർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സജി CB ആണ് ഇത്തരമൊരു ആപ്പ് ഉണ്ടാക്കുക എന്ന ആശയം അവതരിപ്പിച്ചത്. ഈ ആപ്പിന്റെ പ്രകാശനത്തെ കുറിച്ചുള്ള കാര്യം ഏറെ സന്തോഷത്തോടെയാണ് അദ്ദേഹം കേട്ടത്. ഈ ചടങ്ങിനെ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സന്ദേശം നമുക്ക് കേൾക്കാം. Dear Professor V.N. Krishnachandran, Team MCA, and all the well-wishers who are part of this function. I'm immensely pleased to be part of this noble ceremony of launching the mobile app Bhagavad Gita Shravanam Pathanam today. This scripture, forming part of the Vedavyasa's Mahabharata, has been the guiding light to many great individuals for centuries. This is really a bridge between philosophy and practical life. In fact, I became a big fan of Professor Krishnachandran after listening to the Ramayana app originally developed by him, reading it, listening it from the beginning to the end, that too repeatedly. Professor Krishnachandran is a blessed individual, blessed with commitment, sincerity, and perfection. My hearty appreciations to you, Professor, and to your family members and all others
who have supported you in this initiative. May with God's grace, you could come up with more and more such noble initiatives for the benefit of our society. Thank you so much. May God bless all of you. നന്ദി സർ, വളരെ നന്ദി. ചടങ്ങിനും ആപ്പിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുവാനുള്ള ആഗ്രഹം വിജയ് സാറും അപർണ മിസ്സും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആശംസകൾ അറിയിക്കുന്നതിനായി വിജയ് സാറിനെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കടകം 1 നേരത്തെ നമ്മുടെ സർക്കിളാമിസും സാറൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഇതേ ദിവസം രാമായണം ആപ്പ് MCA ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പുറത്തിറക്കി. അതേ പിറ്റേ വർഷം കർക്കടകം 1 മഹാഭാരതത്തിന്റെ ശരിക്കും പറഞ്ഞാൽ അർജുനന് കൃഷ്ണൻ കൊടുക്കുന്ന ഒരു എന്താ പറയുക ഗീത ഉപദേശം, അതിന്റെ ഒരു ആപ്പ് റിലീസ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ കൃഷ്ണേന്ദ്രൻ സാർ തന്നെയാണ്. കാരണം ധാരാളം സമയം അതിന് ചെലവാക്കി അതിന്റെ പുറകിൽ ഇരിക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ സാറിന് തന്നെ സാധിക്കുള്ളൂ. സാറിന് കാരണം ഈ ലോക്ക്ഡൗൺ ഒരു അനുഗ്രഹമായി എന്ന് സാറ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ സത്യം പറഞ്ഞാൽ മഹാഭാരതം അല്ലെങ്കിൽ ഇതൊന്നും ഫുള്ളായിട്ട് വായിച്ചിട്ടുള്ള ആളൊന്നുമല്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ശരിക്കും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അഥവാ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു സോങ്ങിന്റെ രൂപത്തിൽ. ഗീത എന്ന് പറഞ്ഞാൽ ശരിക്കും സംഗീതം അല്ലെങ്കിൽ ഒരു പാട്ട് എന്നുള്ള ഒരു മീനിങ്ങിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭഗവാൻ അതൊരു ശ്ലോകങ്ങൾ പോലെ അല്ലെങ്കിൽ ഒരു പാട്ട് പോലെ അർജുനന് ഉപദേശം കൊടുക്കുകയാണ്. അന്ന് കാലത്തും ഈ ഉപദേശങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുനൻ അഹങ്കാരത്തോടു കൂടി മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഞാൻ ആരൊക്കെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന് എനിക്ക് കാണണം കൃഷ്ണ എന്ന് പറഞ്ഞ് കൃഷ്ണനോട് രഥം കൗരവരുടെ ഇടയിൽ കൊണ്ടേ നിർത്താൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ അത് വളരെ കണക്കാക്കിയിട്ട് തന്നെ സ്വന്തം ഗുരുക്കന്മാരുടെ ദ്രോണാചാര്യർ ഉൾപ്പെടുന്ന പിതാമഹനായ ഭീഷ്മാചാര്യർ ഉൾപ്പെടുന്നവരുടെ മുന്നിൽ തന്നെ രഥം കൊണ്ട് നിർത്തി. ഇത് കണ്ട് അർജുനന് ഇവരെയൊക്കെയാണല്ലോ ഞാൻ കൊല്ലേണ്ടി വരുന്നത്, എൻ്റെ ഗുരുവിനെയും അല്ലെങ്കിൽ എൻ്റെ പിതാമഹനെയൊക്കെയാണല്ലോ കൊല്ലേണ്ടി വരുന്നത് എന്ന് കണ്ട് അർജുനൻ വളരെയധികം മാനസികമായി വളരെയധികം തളർന്നിരിക്കുന്ന ഒരു സമയത്താണ് ശ്രീകൃഷ്ണൻ ഈ ഉപദേശങ്ങൾ അർജുനന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുരാണത്തിന്റെ ഒരു ഉത്ഭവം അവിടെ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ സാറ് തിരുത്തണം. ഞാനത് മുഴുവനൊന്നും വായിച്ചിട്ടുള്ള ആളല്ല, എന്നാലും അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഉത്ഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അതായത് നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക, അതിന്റെ ഫലം നിങ്ങൾ ആഗ്രഹിച്ചിട്ടാവരുത് കർമ്മം ചെയ്യുന്നത്. കർമ്മത്തിന്റെ ഫലം എന്തോ ആയിക്കോട്ടെ, ആ ഫലം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യാണ്ടിരിക്കാനും പാടില്ല. അതും വലിയ തെറ്റാണ്. കർമ്മത്തിന് ഫലം കിട്ടുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യാണ്ടിരിക്കരുത്. ഈ ഒരു എന്താ പറയുക കാര്യമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ഭഗവത്ഗീത എന്ന് കേൾക്കുമ്പോൾ വരുന്നത്. എന്തായാലും ഇതിന്റെ പുറകിൽ സാർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇതിന്റെ സംഘാടകര്, ഞങ്ങളുടെ പേരൊക്കെ വെറും പേരിന് മാത്രം തന്നെ ഉള്ളൂ. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രധാനമായിട്ടും സാർ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി ഇതിന്റെ പുറകിൽ ഇത് പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ സൽക്കല മിസ്സും റജി മിസ്സും എല്ലാം എടുത്തിരിക്കുന്ന എഫർട്ടുകൾ ഉണ്ട്. അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്ത എഫർട്ടുകളാണ് നമ്മളുടെ രഞ്ജിത്തും ടീമും ഒക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ കണ്ടു, എനിക്ക് അക്കിത്തം മഹാകവി അക്കിത്തത്തിന്റെ വീട്ടിൽ ചെന്ന് അതൊക്കെ അവിടെ ഒരു ഉദ്ഘാടന ചടങ്ങ് പോലെയൊക്കെ സംഘടിപ്പിക്കാനൊക്കെ രഞ്ജിത്തിന്റെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള എല്ലാ എഫർട്ടിനെയും ഇതേ സമയത്തിൽ ഞാൻ അനുമോദിക്കുന്നു. അതുപോലെ തന്നെ ഈ ആപ്പിന് നമ്മൾ ഉദ്ദേശിച്ച പോലെ രാമായണം ആപ്പിന് 65,000 ഡൗൺലോഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളെങ്കിൽ ഈ ആപ്പ് അതിലും മുകളിൽ 1,00,000 മുകളിൽ ഡൗൺലോഡുകൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും ഇത് പരമാവധി പ്രൊമോട്ട് ചെയ്യൂ. നിങ്ങളുടെ വീടുകളിലുള്ള നിങ്ങളുടെ ബന്ധുക്കൾക്കും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്ത് പരമാവധിനെ പ്രോത്സാഹിപ്പിക്കും. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. നന്ദി വിജയ് സർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി അപർണ മിസ്സിനെ ക്ഷണിക്കുന്നു.
Respected Principal Dr. Saji Sibi sir, respected HOD Krishnandan sir, my colleagues and my dear students, it's a great pleasure to get a chance to felicitate at this event. And just now the Bhagavad Gita app went public officially, and we know that all the credit goes to Krishnandan sir. Actually, he put a lot of effort to build such a user-friendly app. As we saw, it has a lot of features to facilitate the enjoyment of reading Bhagavad Gita. It's also supported with a lot of relevant pictures. We were fortunate enough to get famous poet Akkitam Achyutan Nambudiri to release the Bhagavad Gita app officially. We also got blessings from Kaidappuram Damodaran Nambudiri. The last app, that is the Ramayana app, was a success with 65,000 of downloads, and I wish this Bhagavad Gita app will also be a huge success, and I hope that the download count will exceed the download count of Ramayana app. Thank you. വളരെ നന്ദി അപർണ. ഭഗവത്ഗീത എന്ന ആപ്പിന്റെ ഈ ഒരു പ്രകാശന വേളയിൽ ഭഗവത്ഗീത പ്രമേയമാക്കിക്കൊണ്ടുള്ള ഒരു നൃത്തം ഏറെ അനുയോജ്യമാണല്ലോ. ഇത്തരമൊരു നൃത്തം കുച്ചിപ്പുടി ശൈലിയിൽ അവതരിപ്പിക്കാമെന്ന് 6ാം സെമസ്റ്ററിലെ നമ്മുടെ പ്രിയങ്കരിയായ മാളവിക മോഹനൻ സന്തോഷപൂർവ്വം സമ്മതിച്ചിട്ടുണ്ട്. മാളവികയുടെ നൃത്തം നമുക്ക് ആസ്വദിക്കാം. യദുനായകം ഹൃദി ഭാവയേഹം മദന മനോഹര ഗോപബാലവേഷം വിശേഷം യദുനായകം ഹൃദി ഭാവയേഹം മദന മനോഹര ഗോപബാലവേഷം വിശേഷം യദുനായകം ഹൃദി ഭാവയേഹം മദന മനോഹര ഗോപബാലവേഷം വിശേഷം യദുനായകം ഹൃദി ഭാവയേഹം മദന മനോഹര ഗോപബാലവേഷം വിശേഷം
വേഷം യദു നായകം ഹൃദി ഭാവയേകം മദന മനോഹര ലോകബാലവേഷം വിശേഷം യദു നായകം ഹൃദി ഭാവയേകം മദന മനോഹര ലോകബാലവേഷം വിശേഷം യദു നായകം ഹൃദി ഭാവയേകം മദന മനോഹര ലോകബാലവേഷം വിശേഷം യോഷിത ജന ഹൃദയാനന്ദ കോശോ യോഷിത ജന ഹൃദയാനന്ദ കോശോ യോഷിത ജന ഹൃദയാനന്ദ കോശോ മോക്ഷവരപദം മുരഹര മാധവം മോക്ഷവരപദം മുരഹര മാധവം മോക്ഷവരപദം മുരഹര മാധവം യദു നായകം പാർത്ഥസാരഥ്യവേഷം ഗീതാർത്ഥ പ്രകടീകൃതം പരമപുരുഷ 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 പാർത്ഥസാരഥ്യവേഷം കൃഷ്ണ കൃഷ്ണ മണിപുരസിഞ്ചിത പാരചലർ കടുലനർത്തനം കൊണിത മണിപുരസിഞ്ചിത പാരചലർ കടുലനർത്തനം കൊണിത മണിപുരസിഞ്ചിത പാരചലന ചടുലനർത്തനം 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 Ta
taka jonno takata jonno ta kita ji kita tum kita nam kita tatalum takita taka jonno takata jonno ta kita ji kita dum kita nam kita tatalum tatalum takita taka jonno takata jonno ta ji to nam tatalum tatalum ta ji tatalum takita taka jonno takata jonno tatalum takita takata jonno takita takata jonno takata jonno takita takata jonno takata jonno takita takata kita nam kita takata dari kita bom kita takata dari kita bom kita takata dari kita bom ta kita takata dari kita bom kita takata dari kita bom kita takata dari kita bom ta kita takata dari kita bom kita takata dari kita bom kita takata dari kita bom konida konida maninu gursinjida upapada chalana jadulana vidinga surendra vandanam varanarada murigana sevitam vasudeva hridaya virajikam kalayami dwarada nayakam kalayami dwarada nayakam kalayami dwarada nayakam Krishna ഇത്രയും മനോഹരമായി ഭഗവത്ഗീതയുടെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചതിന് മാളവികയ്ക്ക് പ്രത്യേകം നന്ദി. ഇനി നിങ്ങളുടെ കൂട്ടുകാർക്ക് ചിലത് പറയാനുണ്ടെന്ന് തോന്നുന്നു. 2ാം സെമസ്റ്ററിലെ റിയ റാഫേലിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. റിയ സംസാരിച്ചോളൂ. സർവോപനിഷദോ ഗാവോ ഭോക്താ ഗോപാല പാർത്ഥോ കറവക്കാരും അർജുനൻ ഗീതാമൃതവും അത് ആൻഡ്രോയിഡ് ആപ്പ് എന്ന ആശയം പ്രാബല്യത്തിലാക്കിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൃഷ്ണചന്ദ്രൻ സാറിന് ആശംസകളും പ്രാർത്ഥനകളും. അതോടൊപ്പം ജാതി മത ഭേദമന്യേ എല്ലാവരിലേക്കും എത്തട്ടെ എന്നും നല്ലൊരു അനുഭവമാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി. അടുത്തതായി 4ാം സെമസ്റ്ററിലെ കീർത്തിക്ക് പറയാനുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. സംസാരിക്കുന്നതിന് കീർത്തിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ഒരു പുരാണ ഗ്രന്ഥം. അതൊരു മൂല്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഇതിനൊക്കെ അപ്പുറം രാമായണ ശേഷം വർഷം മുമ്പ് തന്നെ അദ്ദേഹം ഭഗവത്ഗീത എന്ന പുതിയൊരു ആത്മായി എത്തിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ അനുഭവത്തിനെ കുറിച്ച് അത് പഠിക്കുവാനുമുള്ള ആഗ്രഹത്തെ ഒന്നുകൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇനിയും ഇത്തരത്തിലുള്ള ആപ്പുകൾ കൂടുതൽ അറിയുക കഴിയുമെന്ന് ആശംസിക്കുന്നു. നന്ദി. നാലാം സെമസ്റ്ററിലെ അൽമാസും സംസാരിക്കാൻ കാത്തിരിക്കുകയാണ്. അൽമാസിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരു വലിയ ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ കോളേജിൽ നിന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ആപ്പും കൂടി റിലീസ് ആവാന്ന് പറയുമ്പം അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത ഞങ്ങളുടെ സ്വന്തം HOD സാറിന് ഒരുപാട് ആശംസകൾ നേരുന്നു.
പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നോൺ ഹിന്ദുസ് ഉണ്ടായിരിക്കും. അപ്പം അവർക്കും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതിനെപ്പറ്റി പഠിക്കാനുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇതിന് വളരെയധികം റീച്ച് കിട്ടട്ടെ എന്ന്, എല്ലാവരിലോട്ടും ഇതിന്റെ സ്വീകാര്യത വളരെയധികം എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. 6ാം സെമസ്റ്ററിലെ ശ്രീലക്ഷ്മിക്കും എന്തൊക്കെയോ പറയാനുണ്ട്. ശ്രീലക്ഷ്മിക്ക് പറയാനുള്ളതും നമുക്ക് ശ്രദ്ധിക്കാം. ശ്രീലക്ഷ്മി ഈ മീറ്റിംഗിൽ ഉള്ളതായി കാണുന്നില്ല. ആശംസകൾ അറിയിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. അവസാനമായി ഈ പ്രകാശന ചടങ്ങിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കുള്ള നന്ദി പ്രകാശനമാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നത് വൈക്ക സെക്രട്ടറിയായ രഞ്ജിത്താണ്. അതിനു മുമ്പ് ഈ പ്രകാശനത്തോടനുബന്ധിച്ച് നടന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഊർജ്ജസ്വലതയോടെ, ഏറ്റവും സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിച്ച രഞ്ജിത്തിനോടുള്ള നമ്മുടെ എല്ലാവരുടെയും നന്ദി നമുക്കിവിടെ രേഖപ്പെടുത്താം. നന്ദി രഞ്ജിത്ത്. ഔപചാരികമായ നന്ദി പ്രകാശനത്തിന് രഞ്ജിത്തിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പിന്നെ ഒരു നമ്മുടെ അച്യുതൻ സാറിനും അദ്ദേഹത്തിന്റെ ഈ ചടങ്ങ് ഇത്രയും അധികം ഭംഗിയാക്കി കുറെ ചെയ്ത സഹായിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാ സ്റ്റാഫിനും സ്റ്റുഡൻസിനും പിന്നെ ഈ പരിപാടി ഭൂമിയിൽ കയറി
ഈ ആപ്പിന്റെ റിലീസിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച രഞ്ജിത്ത് എന്തോ റേഞ്ചിന് എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. രഞ്ജിത്ത് ഒന്ന് ശ്രമിക്കുന്നുണ്ട്. ഒരു നിമിഷം നമുക്ക് രഞ്ജിത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്ദി എന്നതാണ് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് സമ്മാനിച്ച നമ്മുടെ HOD സാർക്ക് നന്ദി അറിയിക്കുന്നു. പിന്നെ വളരെ നന്ദി ഉദ്ഘാടനം ഈ സമയത്ത് പോലും അങ്ങോട്ട് നമ്മുടെ അദ്ദേഹത്തിന്റെ ഫാമിലിക്കും നന്ദിയായിരുന്നു. HOD സാറും ആശംസ കൈതപ്പുറം പ്രിൻസിപ്പൽ സാറും നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ സാറും പരിപാടി സജീവമാക്കാൻ സാധിച്ച നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും നന്ദി അറിയിക്കുന്നു. നന്ദി രഞ്ജിത്ത്. അടുത്തതായി ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. യോഗം ഇവിടെ അവസാനിക്കുന്നു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.